തിരുവനന്തപുരം വെള്ളനാട് സർവീസ് സഹകരണ ബാങ്ക് മുൻ സെക്രട്ടറി അനിൽകുമാറിനെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. ബാങ്കിലെ സാമ്പത്തിക ക്രമക്കേടിനെ തുടർന്ന് കഴിഞ്ഞ ഒരു വർഷമായി അനിൽകുമാർ സസ്പെൻഷനിലായിരുന്നു. അടുത്തിടെ കോൺഗ്രസിൽ നിന്നും CPIM-ൽ ചേർന്ന വെള്ളനാട് ശശിയാണ് മരണത്തിന് കാരണമെന്ന് കുടുംബം ആരോപിച്ചു. അനിൽകുമാറിന്റെ മരണത്തിന്റെ ഉത്തരവാദിത്തം കോൺഗ്രസിനാണെന്നാണ് CPIM-ന്റെ ആരോപണം. വെള്ളനാട് ശശി എന്നെ സസ്പെൻഡ് ചെയ്തത് അയാളടുത്ത് തിരിച്ചെടുക്കാൻ പറഞ്ഞിട്ട് എടുക്കുകയില്ല. അയാൾ പറഞ്ഞു ലോൺ അടപ്പിന് കൊടുത്ത ലോൺ, അയാളും കൂടെ ചേർന്ന് കൊടുത്ത ലോണല്ലേ നമ്മളെ തലയിൽ എന്തിനു വെച്ച് തരണത്. വെള്ളനാട് സർവീസ് സഹകരണ ബാങ്ക് മുൻ സെക്രട്ടറി അനിൽകുമാറിന്റെ മരണത്തിൽ CPIM നേതാവ് വെള്ളനാട് ശശിക്കെതിരെ ഗുരുതര ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് CPIM-ൽ ചേരുന്നതിന് മുൻപ് വെള്ളനാട് ശശിയുടെ നേതൃത്വത്തിൽ വലിയ ക്രമക്കേട് ബാങ്കിൽ നടന്നുവെന്നാണ് ആരോപണം. എന്നാൽ അതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ അന്നത്തെ ബാങ്ക് സെക്രട്ടറിയായിരുന്ന അനിൽകുമാറിന്റെ തലയിൽ കെട്ടിവെച്ചുവെന്ന് ഭാര്യ മഞ്ജു പറഞ്ഞു. കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി അനിൽകുമാർ സസ്പെൻഷനിലാണ്. 7 ലക്ഷം രൂപ മടക്കി നൽകിയിട്ടും ജോലിയിൽ തിരിച്ചെടുത്തില്ല. അതിന്റെ മനോവിഷമത്തിലാണ് അനിൽകുമാർ ജീവനൊടുക്കിയതെന്നും കുടുംബം ആരോപിച്ചു. അനിൽകുമാറിന്റെ മരണത്തിന്റെ ഉത്തരവാദിത്തം വെള്ളനാട് ശശിക്കും CPIM-നുമാണെന്ന് കോൺഗ്രസും ആരോപിച്ചു. അമ്പിളിയെ പോലൊരാൾ കൃത്യതയോടുകൂടി സർവീസ് ജോലി ചെയ്തിരുന്ന ആളാണ്. അയാളെ പ്രേരിപ്പിച്ച് ഈ സംഘത്തിൻ്റെ പ്രവർത്തന പരിധിയിലില്ലാത്ത പലർക്കും വായ്പ കൊടുത്തും തിരിച്ചടയ്ക്കാൻ കഴിയാത്തവർക്ക് രേഖയില്ലാതെ വായ്പ കൊടുപ്പിച്ചും ഈ സെക്രട്ടറിയെ കൊണ്ട് ചെയ്യിപ്പിച്ച ആളാണ് വെള്ളനാട് ശശി. അനിൽകുമാറിന്റെ മരണത്തിൽ പങ്കില്ലെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് സംഭവത്തെ വഴിതിരിച്ചുവിടാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുവെന്നുമാണ് CPIM-ന്റെ വിശദീകരണം. പക്ഷെ അതിന്റെ ഉത്തരവാദിത്വം ഇവർ പറയും പോലെ നമുക്കൊന്നുമില്ല. CPIM-നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വെള്ളനാട് ശശിക്കോ വ്യക്തിപരമായോ അങ്ങനെയൊന്നും ഇതിന്റെ ഉത്തരവാദിത്വമൊന്നും ഞങ്ങളെ തലയിൽ കെട്ടിവെക്കേണ്ടതില്ല. അത് മനസാക്ഷിക്ക് നിരക്കാത്തതാണ്. അവരിപ്പോൾ ഇതിനെ ആഘോഷമാക്കി മാറ്റാൻ വേണ്ടി നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിരുന്നു, UDF-ന്റെ പ്രവർത്തകനായിരുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ആത്മഹത്യ ആ നിലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു പരിശ്രമം. രാവിലെയാണ് വീടിന് സമീപം അനിൽകുമാറിനെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. നിലവിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിലുള്ള ബാങ്കിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണവും പുരോഗമിക്കുന്നു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.